Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നുകൊണ്ടേ ഇരിക്കണമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെട്ട് കേക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സാധാരണ ബേക്കറിയിലും ചായക്കടയിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കാണ്. ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല കേക്ക് ടെക്സ്ചറിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് തിന്നാൻ തുടങ്ങിയാൽ ഒന്നൊന്നും തിന്നാൻ മതിയാകേയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഈ പൊടിച്ചെടുത്ത ഈ പഞ്ചസാര മുട്ടയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ നല്ല വലിയ മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ വേണം പൾസ് ചെയ്തെടുക്കാൻ. ഇനി വെട്ട് കേക്കിൻ്റെ ഡോ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. നിങ്ങൾ ഫുഡ് കളർ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഡോ നല്ല ടൈറ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഈ ഒരു മുട്ടൻ്റെ മിക്സ് കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് 3 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെട്ട് കേക്കിൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഡോ കുഴച്ചെടുക്കേണ്ടത്. ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഡോ നല്ല ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാകാൻ. പക്ഷേ അതൊന്ന് കുഴച്ചെടുത്താൽ സ്മൂത്തായി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്യാണ്ടാണ് ഇതുപോലെ 5 ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബോളും എടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ യൂണിഫോം ആയിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മേലെ ഭാഗം ഇതുപോലെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെട്ട് കേക്കിൻ്റെ ഓരോ ഡോവും ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി കട്ട് ചെയ്ത് ഓരോ പീസും എടുത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് വെട്ട് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വെട്ടിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് മുറിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. മുറിച്ചെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കൈയൊന്നും മുറിയാണ്ടും ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് വലിയ സൈസിൽ വേണമെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് അധികം ടൈം എടുത്ത് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ വെട്ട് കേക്ക് കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെട്ട് കേക്ക് പൊരിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെട്ട് കേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ. കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്താലും മതി. നമ്മളിതിൽ മുട്ടയും പഞ്ചസാരയും റവയെല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ടർ സൈഡ് കളർ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഉൾഭാഗം നമുക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയാലാണ് ആ ഒരു കേക്ക് ടെക്സ്ചർ ഉൾഭാഗം കിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, നല്ല പൂ പോലെ പൊങ്ങി വരുന്ന ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് മീഡിയമിലാക്കി വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എന്നാൽ മാത്രമാണ് ആ ഒരു ക്രിസ്പി ടെക്സ്ചർ ഔട്ടർ പാർട്ടിൽ കിട്ടുള്ളൂ. ഈ ഒരു കളറിലാണ് വെട്ട് കേക്ക് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ എടുത്ത് നോക്കിയാൽ ആ ഒരു കറക്റ്റ് ക്രിസ്പി ആയിട്ട് സോഫ്റ്റ് ടെക്സ്ചറിൽ കിട്ടൂല. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം തിന്നുമ്പോൾ ആ ഔട്ടർ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും ഇന്നർ പാർട്ട് നല്ല കേക്ക് ടെക്സ്ചറിലും കിട്ടാൻ. അപ്പോൾ ഇത് തിന്നാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.